എന്നാലും മൊയ്ലു നമ്മൾ ഈ കാലത്ത് കുളിച്ചൊരുങ്ങിയത് എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ജാതക്കുള്ള ആള് തന്നെ ഉണ്ടല്ലോ. ഉണ്ട് മണ്ടൂലേ. എന്നാലും പറ ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഒന്നും പറയുകയല്ലേ, രാവിലെ എടുത്തോണ്ട് നടക്കുകയാണ്. എന്തായാലും എനിക്കറിയാം കല്യാണത്തിനല്ല എന്നുള്ളത്. വല്ല പാല് വെച്ചോ അടിയന്തര വല്ലതും തന്നെ ഇനി കൊണ്ടുപോകുന്നത്. എങ്കിൽ നല്ല സദ്യയോ ബിരിയാണിയോ വല്ലവോ കഴിക്കാം. എന്തായാലും കാലത്ത് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് പോവുകയാണ്. എന്റെ അടുത്ത് മാത്രം പറയൂലേ എവിടെയാണ് പോകാനുള്ള കാര്യം. അങ്ങനെ കാറിൽ കയറി പായം തുറന്ന് വെളിയിലോട്ട് നോക്കിക്കൊണ്ടിരുന്നു. എന്നാലും ഒരു പറയുന്നില്ല ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന്. പക്ഷെ ഒരു ചതി മണക്കുന്നുണ്ട്. എന്തായാലും മൊയ്ലുമ്മ നിങ്ങളെങ്കിലും പറ എങ്ങോട്ടാണ് പോണേന്ന്. നിങ്ങളും മുണ്ടൂലേ. ഇനി ആരോട് ചോദിക്കാം? മൊഴി ചേട്ടോ ഞങ്ങളെങ്കിലും പറ ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന്. ഇവര് പോകുന്നവരൊന്നും മൗനവ്രതം എടുത്താണ് ഇരിക്കുന്നത്. ഒരു പിടുത്തമല്ല. എന്തായാലും എന്റെ ഊഹം തെറ്റിയില്ല. താൻ തടകണ് കൊണ്ടുവന്ന് എന്നെ കൊലയ്ക്ക് കൊടുക്കണ കാലത്ത്. ഇതിപ്പോ മാസത്തിൽ റേഷൻ വാങ്ങാൻ പോകുമ്പോഴാണ് ഡെയിലി ഇവിടെ വരുന്നത്. ഒന്നേല് പൂച്ചപ്പണ്ണിന്റെ അടിയുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം വെച്ചുകൂടെ വരും. ഇതിനെക്കാളും നല്ലത് ഈ വരാന്തല്ല ഒരു പായം വിരിച്ച് കിടക്കണേണ്. അതാകുമ്പോ ഡെയിലി ഇങ്ങോട്ട് വരണ്ടല്ല. എന്തായാലും ഞാൻ മാത്രമല്ല ഉണ്ടായിക്കാൻ ഞാനും ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ കൺമും കൈയും കാലും ഇല്ലാതൊക്കെ അവിടെ കട്ടലിൽ കയറി കിടക്കുകയായിരിക്കും. തിന്നും കുടിച്ചും കറങ്ങി നടന്ന എന്റെ ഒരു അവസ്ഥ. എന്തായാലും ആരോ നല്ല കണ്ണു വെച്ചിട്ടുണ്ട് എന്നെ. അല്ലേ പിന്നെ ഇങ്ങനെ നടന്ന് വരേണ്ട കാര്യമില്ലല്ലോ. കോയ് ചേട്ടോ കോയ് ഇങ്ങോട്ട് നോക്ക്. എന്നെ പോലെ തന്നെ അല്ലേ നിങ്ങളെ അവസ്ഥയും. ഇങ്ങോട്ട് നോക്ക് കേട്ടോ. ജാരാണോ? നമ്മളൊക്കെ ഒരേ നാട്ടുകാരല്ലേ. എന്നാലും ഇത്തിരി മുഖത്തോട്ടെങ്കിലും നോക്കി. നിങ്ങൾ ഇത്ര ജാരം കാണിച്ചിരിക്കേണ്ട കാര്യം തരും. ഇനിയിപ്പോ മൊയ്രു തന്നെ എടുത്തു വെച്ചോണ്ടിരിക്കുന്നത് പുള്ളിക്ക് പിടിക്കില്ല എന്തോ. എന്തായാലും വിളിച്ച സ്ഥിതിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കായിരുന്നു ജാടക്കാരെ. അങ്ങനെ പിന്നെ എനിക്കുള്ള പതിവ് കോട്ട വാങ്ങിക്കാൻ അങ്ങനെ നിൽക്കുകയാണുള്ളത്. സത്യം പറഞ്ഞ് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും വിളവാക്കിന് ഓടിത്തള്ളായിരുന്നു. അങ്ങനെ പിന്നെ പേരും നാളും ജാതകമൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ഇനി കുത്തുവാങ്ങിയാൻ പോകണം. അങ്ങനെ പിന്നെ മൊയ്ലുവിന്റെ കയ്യിരുന്ന് കൊണ്ട് വന്നവരെയും പോയവരെയും കുത്തുവാഞ്ചവരെ അലമുറ വെച്ച് വിളിക്കുന്നവരെയൊക്കെ നോക്കി ഞാൻ അങ്ങനെ ഇരുന്നു. ഒന്നാമത്തെ കാര്യം ഇവിടെ വരണതേ എനിക്ക് ഇഷ്ടമല്ല. കാര്യം ഈ നിലവിളിയും കൊലവിളിയും ഒക്കെ അല്ലേ കേൾക്കണത്. പിന്നെ അങ്ങനെ സമാധാനത്തോടെ ഇഞ്ചക്ഷനും വാങ്ങിയൊരു വീട്ടിൽ പോകും. എത്ര വലിയ കൂടിയ വീട്ടിൽ കിടന്നാലും എന്റെ അവസ്ഥയൊക്കെ പോലെ തന്നെ അവന്റെയും. ഇവിടെ നല്ല കുത്തു വാങ്ങിയേ. എനിക്കും റേഷൻ കാർഡ് കൊടുത്തൊരു സാധനം മൊയ്ലുവിന്റെ കൊടുത്തു. അതിൽ തന്നെയാണ് എല്ലാം എഴുതുന്നത്. ഇനിയിപ്പോ ആ ബുക്കിലെ പേജ് തീർന്ന ആ ഇഞ്ചക്ഷൻ എടുക്കും എന്തോ ഒരു പിടുത്തമല്ല. എല്ലാം പൂച്ചപ്പന്നെന്റെ അനുഗ്രഹം. അങ്ങനെ പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള നിപ്പ് അങ്ങനെ നിന്നു. മൊയ്ലു പിന്നെ എന്നെ അടുത്ത് വെച്ചോണ്ട് നിൽക്കണോണ്ട് പിന്നെ പൊക്കത്തിരുന്ന എല്ലാ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടു. എന്നാലും മനസ്സിനകത്തൊരു കിടുകിടുപ്പുണ്ട്. പിന്നെ എന്നാലും അതൊക്കെ ഇപ്പൊ ശീലമായി വരണം. പിന്നെ ഇവിടെ വരുമ്പോ ആകെ ഒരു സമാധാനക്കേടാണ്. അതുകൊണ്ട് അതേപോലെയൊക്കെ ഓരോന്നിനെ കാണുമ്പോഴത്തേക്കും മനുഷ്യന്റെ എല്ലാ സമാധാനം പോയി കിട്ടും. ഇനിയിപ്പോ അടുത്ത തവണ വരുമ്പോഴത്തേക്കും ഡോക്ടർമാരുടെ അടുത്ത് പറയണം മൊയ്ലുവന്മാർക്കും മൊയ്ലിച്ചാറിനും കൂടെ മിച്ചം വല്ല ഇഞ്ചക്ഷൻ ഉണ്ടായി കൊടുക്കണം. എല്ലാം കൂടെ എനിക്ക് തരില്ലേ. എനിക്ക് കൊള്ളാൻ വയ്യ. നേരെ ഫ്രണ്ടിലാണെങ്കിൽ പൂച്ചപ്പണ്ണനെ തലങ്ങും വിലങ്ങും ഇഞ്ചക്ഷൻ വെച്ചണേ. എനിക്കത് കണ്ടപ്പോഴത്തേക്കും പേടിയാണ്. കാര്യം പൂച്ചപ്പണ്ണ് ഓളെ കിടന്നു മഞ്ഞിട്ട് വിളിക്കുകയും മൂളയൊക്കെ ചെയ്യണം. ചിലപ്പോ തോന്നും മൊയ്ലുവിന് നേർച്ച വല്ലതും ഉണ്ടാന്ന് തോന്നും. ഇങ്ങനെ ഉണ്ടോന്ന് എന്നെ ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ. ഇവിടെയാണെങ്കിൽ ഒരു സൈഡിലോട്ട് നോക്കാൻ പറ്റില്ല. അങ്ങോട്ട് നോക്കിയാൽ സൂചിയും സിറിഞ്ച്, ഇങ്ങോട്ട് നോക്കിയാൽ വിളിയും ബഹളമാണ്. ഇതിനിടയിൽ കിളി പോയി നിൽക്കണം ഞാനും. ഇനിയിപ്പോ ആരടുത്ത് പറഞ്ഞിട്ടായിരുന്നാലും ഈ ഇഞ്ചക്ഷൻ വെക്കാൻ അതൊന്ന് നിർത്തിക്കണം. ഇതിനിടയിൽ സൂചി വാങ്ങിട്ട് അവരെത്തി. പിന്നെ കാലിൽ പിടിക്കാൻ പറഞ്ഞ, കൈയിൽ പിടിക്കാൻ പറഞ്ഞ, തലയിൽ പിടിക്കാൻ പറഞ്ഞ അവർക്കാണെ കൊടുക്കത്തെ പേടി. ഞാൻ പറയും നിങ്ങൾ ധൈര്യമായിട്ടെടുത്തു. എന്റെ കയ്യിലും കാലിലും പിടിച്ചോണ്ട് എന്നിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. എനിക്കിതിപ്പോ ശീലമാണ്. അങ്ങനെ പിന്നെ എന്റെ മുതുകിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങി. വന്ന് തൊലിക്കട്ടി ഇത്തിരി കൂടിയെന്ന് തോന്നണം. അവർ ഇഞ്ചക്ഷൻ എടുത്തിട്ട് നടക്കണില്ല. സൂചി വളഞ്ഞോണെല്ലാം അങ്ങോട്ട് കയറില്ല. അവസാനം എങ്ങനെയൊക്കെ സൂചി അന്ന് വേറ്റി. പിന്നെ ഈ ചോര കണക്കിരിക്കുന്ന മരുന്നാണ് കുത്തി കയറ്റുകയും ചെയ്തു. ഇനിയിപ്പം ബ്ലഡ് കുറവാണ്ട് തന്നെ എന്തോ ഈ ബ്ലഡ് എത്രയും കുത്തി വയ്ക്കുന്നത്. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ പയ്യെ ചോദിച്ചു പോയ അവര് വെറുതെ എന്റെ കൈയും കാലിലൊക്കെ കൂട്ടിക്കെട്ടി പിടിച്ച്. അങ്ങനെ പിന്നെ രണ്ടാമത്തെ റാബീസ് ഇഞ്ചക്ഷനും കഴിഞ്ഞു. ഇനിയിപ്പോ നേരെ വീട്ടിലോട്ട് പോകണം, റെസ്റ്റ് എടുക്കണം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണേ. അപ്പൊ ശരി, വേറൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ, ടാറ്റാ.